കാസർഗോഡ് വിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ടോക്ക് ടൈമിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി പ്രശസ്ത വാദ്യ കലാകാരൻ നീലേശ്വരം നാരായണ മാരാരാണ്. താങ്കൾക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഈ വാദ്യ കലാരംഗത്ത് താങ്കൾ കടന്നു വന്നിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? വാദ്യകലാരംഗത്ത് 10 വയസ്സ് മുതലേ വാദ്യമായിട്ട് ബന്ധപ്പെടുന്ന അതിന് തുടങ്ങി. 10ാമത്തെ വയസ്സിൽ തായമ്പക അരങ്ങേറ്റം കഴിച്ചു. എവിടെ വെച്ച്? നീലേശ്വരം മന്നമ്പുറത്ത് കാവിൽ വെച്ചിട്ട് അച്ഛൻ്റെ കീഴിൽ തന്നെ. ഗുരുസ്ഥാനത്ത് അച്ഛനായിരുന്നു? ഗുരു ആചാര്യൻ അച്ഛൻ്റെ കീഴിലായിരുന്നു? അച്ഛൻ്റെ കീഴിലാണ് ആദ്യം എല്ലാം പഠിച്ചു. ക്ഷേത്രവാദ്യങ്ങൾ. ക്ഷേത്രവാദ്യങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? തായമ്പക, പാണി, പിന്നെ ചെണ്ടമേളം, അങ്ങനെ തിമല എല്ലാം. പാണി എന്നത്? പാണി എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പ്രധാന അനുഷ്ഠാന വാദ്യത്തിൽപ്പെട്ടതാണ്. താന്ത്രിക കർമ്മം ചെയ്യുന്നതിനനുസരിച്ച് പാണി കൊട്ടണം എന്നാണ്. അത് പഠിക്കാൻ കുറേ മന്ത്രം പഠിക്കും പോലെ പഠിക്കണ്ട. കേവലം ഒരു വാദ്യം പഠിക്കുന്ന ആ ലാഘവത്തിൽ പാണി അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പാണി പഠിക്കാം. അത് പാണി പല തരത്തിലുണ്ട്. ഉത്സവബലി പ്രധാനപ്പെട്ട കൊടിയേറിയ ഉത്സവത്തിന് പ്രധാനപ്പെട്ട ഒരു ഇതാണ് പാണിയാണ് ഉത്സവബലി. പിന്നെ ശ്രീഭൂതബലി. പിന്നെ ചില ഭഗവതി ക്ഷേത്രത്തിൽ മാത്രം പാതാള മാത്ര, കാളിമാത്ര, അങ്ങനെയല്ലേ. അങ്ങനെ പാണി കുറേ തരത്തിൽ ഓരോരുത്തരും ഉണ്ട്. പിന്നെ ശിവേലി, നിത്യ ശിവേലിക്ക് വേറെ തന്നെ പാണിയുണ്ട്. ഈ പാണി ഇത് അഭ്യസിക്കാൻ അല്ലെങ്കിൽ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വായത്തമാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടോ? കാരണം എല്ലാവർക്കും ഇപ്പൊ തായമ്പകയായാലും മറ്റ് വാദ്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചവർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. എല്ലാം ഈ വാദ്യമായിട്ട് പഠിച്ചവർക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ല. എന്നാലും ഈ ചെല്ലി പഠിക്കേണ്ടതാണല്ലോ. പാണിയുടെ എല്ലാം ചെല്ലി പഠിച്ചിട്ട് മലയാളം സൂചിപ്പിച്ചില്ല. ആദ്യഘട്ടത്തിൽ തായമ്പകയാണ് 10ാം വയസ്സിൽ അത് അരങ്ങേറ്റം നടന്നത്. അച്ഛന്റെ കീഴിൽ പിന്നെ അത് അഭ്യസിച്ചത്. പിന്നീട് പഠിച്ചത് പിന്നെ 10ാമത്തെ വയസ്സിൽ തായമ്പക കഴിഞ്ഞെങ്കിൽ 16ാമത്തെ വയസ്സിൽ മന്ദളം കൊട്ടാൻ ഗുരുസ്ഥാനത്താരായിരുന്നു. ഗുരുസ്ഥാനം ആദ്യം പുതിനൂർ വലിയ വീട്ടിൽ കൃഷ്ണമാരായിരുന്നു. വലിയൊരു മന്ദള പ്രമാണിയായിരുന്നു അയാൾ. അടിയാർ ക്ഷേത്രത്തിലും കൊട്ടിയൂരൊക്കെ അല്ല കോട്ടക്കലൊക്കെ മന്ദളം കൈകാര്യം. കഥകളി ഗുരു ചന്തുപ്പണിക്കരാശാന്റെ കീഴിലെ മന്ദളം അഭ്യസിച്ചു വരുന്ന ആളാണ്. അയാൾ കീഴിലാണ് ആദ്യം മന്ദളം 2 കൊല്ലം അഭ്യസിച്ചു. കഥകളിക്കൊട്ടും ഗേയക്കൊട്ടെല്ലാം അയാളുടെ കീഴിൽ അഭ്യസിച്ചു. പിന്നീട് 74 മട്ടന്നൂർ പഞ്ചവാദ സംഘത്തിൻ്റെ പഞ്ചവാദ്യ അഭ്യാസത്തിൽ 73 മട്ടന്നൂർ പഞ്ചവാദ സംഘം രൂപം കൊള്ളുന്നു. 74 മുതൽ ഞാനവിടെ സദനൻ രാമചന്ദ്രൻ്റെ കീഴിൽ മദ്ദളം അഭ്യസിച്ചു പഞ്ചവാദ്യം. എത്ര വർഷം? 10 വർഷം ഉണ്ടായിരുന്നു. ആ വർഷം 10 വർഷം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും പഞ്ചവാദ്യത്തിന് പങ്കെടുത്തു. ഈ ടീമിന്റെ കൂടെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും, ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ അത് മഹാരാഷ്ട്ര. അതൊക്കെ ഇങ്ങനെ മത്സരങ്ങളോ അല്ല മറ്റ് പൊതുവേദികളോ അല്ല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളോ ഏത് തരത്തിലാണ്? ഇപ്പൊ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് താങ്കൾ പോയി എന്ന് പറയുന്നില്ലേ, അവരിപ്പം ക്ഷണിക്കുന്നത് ഈ കേവലം നമ്മളൊരു തായമ്പക സംഘത്തെ ക്ഷണിക്കുന്നത് പോലെ അതല്ല. ഉദാഹരണത്തിന് പഞ്ചവാദ്യ സംഘത്തെ ക്ഷണിക്കുക, അല്ലെങ്കിൽ അതൊരു സവിശേഷ ചടങ്ങുകൾ, ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങുകൾ, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ വിശിഷ്ടമായ മറ്റു ഉത്സവം, അങ്ങനെയുള്ള ഏതിനാണ് ഓരോ സംസ്ഥാനങ്ങളിൽ പോകുന്നത്? നമ്മൾ ഈ ഗുജറാത്തിൽ പോകുന്നത് ഈ അവിടുത്തെ മലയാള സമാജക്കാർ ഓരോരോ സ്ഥലത്ത് ഈ അയ്യപ്പ പൂജ നടത്തുന്നുണ്ട്. അവർ ഇനി പ്രൊസക്ഷനായിട്ട് അതിന് പഞ്ചവാദ്യം, തായമ്പക, അയ്യപ്പം നമ്മുടെ നാട്ടിലെ അയ്യപ്പം വിളക്ക് പോലെ തന്നെ
ഗുജറാത്തിലെ അയ്യപ്പൻ വിളക്കിന് പകരം ഈ മലയാള സമാജം നടത്തുന്നത്. അത് ബറോഡ, അഹമ്മദാബാദ്, ഗാന്ധിനഗർ, ഗുജറാത്തിലെ എല്ലാ ജില്ലയിലും നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ കയറപ്പിൽ അയാളാണ് ഇതിൻ്റെ ഒന്നാമത്തെ ലീഡർ. പിന്നെ നേരത്തെ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിൽ ഇതേ ഈ ഏതൊക്കെ വ്യത്യസ്ത ചടങ്ങുകൾ? അയ്യപ്പൻ പൂജക്ക് തന്നെ അധികം പോയിട്ടില്ല. പിന്നെ കഥകളിയിൽ പോയിട്ടുണ്ട്. ആന്ധ്രയിലും മഹാരാഷ്ട്രയിലാണ് കഥകളിക്ക് മന്ദളത്തിൻ്റെ ആവശ്യത്തിന്. അത് ചില ക്ലബ്ബുകളിലും മറ്റേ ഇതെല്ലാമായിട്ടാണ് കഥകളി അവതരിപ്പിക്കാൻ പോയത്. അത് തളിപ്പറമ്പ് കഥകളി സംഘത്തിൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. താങ്കൾ ഇതൊക്കെ അഭ്യസിച്ച ശേഷം താങ്കളുടെ സ്വദേശം നീലേശ്വരമാണ്. നീലേശ്വരത്ത് ഏതൊക്കെ രീതിയിലാണ് ഇതിനെ പിന്നെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്? പ്രത്യേകിച്ച് വാദ്യകല, ഈ പറയുന്ന ഇത്തരത്തിലുള്ള അപൂർവങ്ങളായി കിട്ടുന്ന പല വാദ്യങ്ങളും താങ്കൾ അറിവ് നേടിയിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസിൽ അല്ല അനുഭവ സമ്പത്തുള്ള ആളുകളുടെ, മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരുടെ അവരുടെയൊക്കെ അനുഭവ സമ്പത്തുള്ള ആളുകളുടെ കീഴിൽ താങ്കൾ ഇത്തരത്തിലുള്ള അറിവ് നേടിയിട്ടുണ്ട്. അപ്പൊ ഈ താങ്കൾക്ക് ലഭിച്ച ഈ അറിവ്, സ്വായത്തമാക്കിയ അറിവ്, ഇത് ഏതൊക്കെ തരത്തിൽ പുതിയ തലമുറക്ക് പ്രതിഫലിപ്പിക്കുവാൻ അല്ല അത് കൈമാറ്റം ചെയ്യുവാൻ ഏതൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? അത് ഞാനിപ്പോ എല്ലാം കൈകാര്യം ചെയ്യും. മന്ത്രവും, ചെണ്ട, തായമ്പക, പിന്നെ പാണി. അത് ഞാൻ എല്ലാവർക്കും നീലേശ്വരത്ത് മാത്രമല്ല പയ്യന്നൂരായാലും എല്ലാ ദിക്കിലും ശിഷ്യന്മാർ കുറേ ഉണ്ട്. എല്ലാവരും പഠിപ്പിച്ചിട്ടുണ്ട്. മന്ത്രം, പഞ്ചവാദ്യം പഠിപ്പിച്ചിട്ടുണ്ട്, കേളിക്കൊട്ട്, പിന്നെ തായമ്പക, പിന്നെ ഈ ക്ഷേത്ര അനുഷ്ഠാനവാദ്യം, പാണി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നീലേശ്വരത്ത് നമ്മളെ കുറേ ശിഷ്യന്മാർ നീലേശ്വരത്ത് തന്നെ ഉണ്ട്. ഇതിലിപ്പം അല്പം നമ്മൾ ഈ ചോദ്യം ഈ എത്രത്തോളം ഇത് എളുപ്പത്തിൽ സ്വായത്തമാക്കാം. തായമ്പക, മദ്ദളം, ഇതിലൊക്കെ പാണി, ഇതിൽ വളരെ പെട്ടെന്ന് ഒരു സ്വായത്തമാക്കാൻ പറ്റിയ ഒരു വാദ്യോപകരണം അല്ലെങ്കിൽ അതില്ല. അതെല്ലാം നല്ല വിഷമമുണ്ട്. മദ്ദളം പഠിക്കാൻ നല്ല വിഷമമുണ്ട്. തായമ്പക ഞാനത് പ്രത്യേകിച്ച് നമ്മൾ ഈ ആധുനിക ഈ കാലഘട്ടത്തിൽ തായമ്പക എന്നത് അത് എത്രത്തോളം നമ്മളത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. നമ്മളിപ്പം പുതിയ പിന്നെ പല തെരുവുകളിലൊക്കെ നമ്മൾ കാണാറുണ്ട്. അതൊക്കെ പുതിയ തലമുറ കെട്ടുന്ന ഒരു രീതിയുണ്ടല്ലോ. അത് കാണാറുണ്ടല്ലോ. താങ്കൾ എന്ത് തോന്നുന്നു? അത് ഇപ്പോൾ ശൃംഗാരിമേളം പേരില് ശൃംഗാരിമേളം എന്ന് പേര്. അത് പക്ഷേ എല്ലാവരും ചെയ്യുന്ന ഒരൊറ്റ താളത്തിലാണ് ശൃംഗാരിമേളം ചെയ്യുന്നത്. പെണ്ണുങ്ങളായാലും ആ മേളം കൊട്ടുന്നുണ്ടല്ലോ. അതിനൊരു താളം മാറ്റിയിട്ടൊരു താളം ഇല്ല ശൃംഗാരിമേളത്തിന്. ആ ഒരു താളത്തിൽ എല്ലാവരും ചെയ്യുന്നു. അതിന് ശാസ്ത്രീയത ഉണ്ടോ? ശാസ്ത്രീയത ഇപ്പോ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണ്ട് തെടമ്പ് നൃത്തമുണ്ട്. നമ്മള് കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ തെടമ്പ് നൃത്തം. ആ തെടമ്പ് നൃത്തത്തിൽ അവസാനത്തെ ഒരു കാലമുണ്ട്. തെടമ്പ് നൃത്തം 5 പ്രദർശനമുണ്ട്. 5ാമത്തെ പ്രദർശനത്തിന് ഒരു കാലങ്ങളുണ്ട്. ആ കാലത്തിൻ്റെ ഒരു താളാണ് അവർ ശൃംഗാരിമേളത്തിൽ കൊട്ടി കാണുന്നത്. ആ താളാണ് നമ്മളിപ്പോൾ ആ കാലത്ത് നമ്മൾക്കിപ്പോൾ അവിടെ അമ്പലത്തിൽ ആ നൃത്തത്തിന് ചിലവർ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് മുതൽ ചെയ്യുന്ന അതിലൊരു താളം ഇപ്പൊ അവസാനത്തെ പ്രത്യേകിച്ചിട്ട് ആ താളത്തിന്റെ ഒരു ഇതാണ്. ആ താളാണ് ശരിക്ക്. താങ്കൾ നേരത്തെ സൂചിപ്പിച്ചില്ല 10ാമത്തെ വയസ്സിൽ തായമ്പക ശ്രീ മന്നംപുറത്ത് അരങ്ങേറിയതാണ്. ആ കാലഘട്ടത്തിൽ ഈ ഒരു ശിങ്കാരി മേളം എന്നില്ലേ ആ ഒരു തലത്തിൽ ഉണ്ടായില്ല അന്നേരം? ഇല്ലല്ല, അന്നൊന്നും ഇങ്ങനെ ഒരു മേളയില്ല. നമ്മൾ സാധാരണ ക്ഷേത്രത്തിലുള്ള മേളം അല്ലാണ്ട് വേറെ സൈസിലൊരു മേളൊന്നും അന്ന് കേട്ടിട്ടേ ഇല്ല. പിന്നെ കുറേ കാലത്തിന് ശേഷം നമ്മൾ അല്ല എനിക്കൊരു സംശയം. കാരണം നമ്മൾ ഈ ഇതിന്റെ ഒരു സ്വീകാര്യത, ഈ ശിങ്കാരി മേളം എന്ന് പറയുന്ന നേരത്തെ പഴയ കാലത്ത് ഉണ്ടായതാണ്. പക്ഷെ അതിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ടുള്ള ഒരു കാര്യമാണ് അത്. ഈ ശിങ്കാരി ഇത് ഇങ്ങനെ ഒരു സ്വീകാര്യത കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം താങ്കൾ അതിനെക്കുറിച്ച് ആലോചിച്ചു? കാരണം ഈ രംഗത്ത് വളരെ കാലമായിട്ട് വ്യാപരിക്കുന്ന താങ്കൾക്ക് ഇതെന്ത് പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്വീകാര്യത വരാൻ കാരണം? പക്ഷെ അവർ ഈ ഇന്നിപ്പോ ജനങ്ങൾക്കുള്ള കൊട്ടിനും കാട്ടും അഭിനയവും കാര്യങ്ങളാണല്ലോ കുറേ ജാസ്തി കാണുന്നത്. അപ്പോൾ ശൃംഗാരിമേളം കൊട്ടുന്ന സമയത്ത് അവർ പല അഭിനയവും ഇപ്പോൾ കാട്ടിക്കുന്നുണ്ട്. ഒരു സ്റ്റെപ്പിലെല്ലാം കൊട്ടി ചെണ്ട മേലെ വെച്ച് അതിന്റെ മേലെ കയറി പല സൈസിലും ശൃംഗാരിമേളം ഉണ്ട് ഇപ്പോൾ അവര് ഈ അഭിനയത്തിന്. അതിൽ ശരിക്കും കൊട്ട് കുറവും സ്റ്റെപ്പ് കൂടുതലും സ്റ്റെപ്പ് തന്നെ കൊട്ട് കുറവാണ്. കൊട്ട് ഞാൻ പറഞ്ഞ ഈ താളം ഒരേ താളേ ഉള്ളൂ. അപ്പൊ തുടങ്ങിയാൽ അവസാനിക്കുമ്പോൾ ആര് ശൃംഗാരിമേളം കൊട്ടുന്നുണ്ടെങ്കിൽ അവരൊറ്റ താളം മാത്രം. അതിൽ വേറൊരു താളം അവർക്ക് സംഘടിപ്പിക്കാനോ കഴിഞ്ഞില്ല.
ഈ ശൃംഗാരിമേളം നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ മുതലേ ശൃംഗാരിമേളം കൂട്ടുന്നവരുണ്ട്. പക്ഷെ താളെല്ലാം അങ്ങോട്ട് കുറച്ചും കൂടെ വ്യത്യാസമുണ്ടോ? ഈ വിഷയം എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? അതായത് നമ്മിപ്പോ അതിനെപ്പറ്റി പരാമർശിച്ചാൽ അതൊരു വിവാദമാക്കാനല്ല ഞാൻ ചോദിക്കുന്നത്, മറിച്ച് കാരണം ഇത്രയും ഞാൻ പറഞ്ഞു ഇത്രയും അനുഭവ സമ്പത്തുള്ള ആളുകളോട് കൂടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലൊക്കെ പോയിട്ട് തായ്മ അതുപോലെ പല വാദ്യ ഉപകരണങ്ങളും കൈകാര്യം ചെയ്ത ആളാണ്. അപ്പൊ ഏതെങ്കിലും ഒരു തലത്തിൽ ഈ ഒരു വിഷയം ഇതിനൊരു കൂട്ടം, അതായത് ഇങ്ങനെ ശിങ്കാരിമേളം ഉള്ളത് അത് അടർത്തി മാറ്റിയ ഒരേ ഒരു താളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇതിനെ ഒന്ന് വ്യാപരിപ്പിച്ചുകൂടാ? അല്ലെങ്കിൽ അത് പക്ഷെ അതിന് പഠിപ്പിക്കുന്ന ആള് അത്ര ശരിക്കൊരു വലിയൊരു കലാകാരൻ ഈ ശിങ്കാരിമേളം പഠിപ്പിക്കാൻ മുതിർന്നിട്ടില്ല. അതാണ് കാര്യം. താങ്കൾ എന്തെങ്കിലും താങ്കളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിട്ടുണ്ടോ? ശിങ്കാരിമേളത്തിന് വ്യത്യസ്ത കൊട്ടുകൾ കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു ഇത് വിപുലീകരിക്കണം, അല്ല ഇതല്ല യഥാർത്ഥ ശിങ്കാരിമേള ഇതല്ല. കാരണം വളരെ ചെറുപ്പകാലം മുതൽ വാദ്യമേളങ്ങൾ കൈകാര്യം ചെയ്ത താങ്കൾക്ക് എന്തെങ്കിലും ആ ആശയം മനസ്സിൽ വന്നിട്ടുണ്ടോ? ശിങ്കാരിമേളത്തെ പറ്റി അങ്ങനെ ഒരു ആശയം വന്നിട്ടില്ല. പക്ഷെ നമ്മൾ ഗവേഷണം നടത്തിയാലേ നമ്മൾക്ക് ഇതിന് പുതിയൊരു തലം ഉണ്ടാക്കണം എന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? പക്ഷെ നമ്മൾ അധികം ഈ പഞ്ചവാദ്യം പരിശീലിപ്പിക്കണം, തായ്മക പഠിപ്പിക്കണം, അങ്ങനെയുള്ളൊരു ആശയം ഉണ്ടായിരുന്നു. അതിപ്പോ ഇനിയിപ്പോ നമ്മൾ സാമ്പത്തികമായിട്ടും മറ്റെല്ലാം വലിയ ബാധ്യതയാണ്. ഒരു പഞ്ചവാദ സെറ്റ് രൂപീകരിക്കണം. നമ്മളിപ്പോ പഞ്ചവാദ സെറ്റ് പയ്യന്നൂർ പഞ്ചവാദ സംഘമുണ്ട്. അതിൽ പഞ്ചവാദ സംഘത്തിന്റെ പ്രസിഡന്റാണ് ഞാൻ. മട്ടന്നൂർ സെറ്റിൽ 10 വർഷം കഴിഞ്ഞ ശേഷം പയ്യന്നൂർ പഞ്ചവാദ സംഘം രൂപീകരിച്ചു. അതിലിപ്പോൾ ഞാൻ പ്രസിഡന്റാണ്, ഇപ്പോഴും തുടർന്ന് പോകുന്നു. അത് ഈ പറഞ്ഞ പഞ്ചവാദ്യം പുതിയ തലമുറക്ക് കൈമാറ്റം ചെയ്യുന്നത് വടക്കേ മലബാറിലാണോ കൂടുതൽ, അല്ലാതൊക്കെ എവിടെയാണ് ഇത് കൂടുതൽ ഇപ്പം ഒരു പഠനം എന്ന നിലയിൽ പുതിയ തലമുറ ഇരു കൈയിൽ നിന്നിട്ട് സ്വീകരിക്കുന്നത്? താങ്കളുടെ അനുഭവത്തിൽ എവിടെയാണെന്ന് തോന്നുന്നു? അല്ല, അതിപ്പോ പയ്യന്നൂർ നമ്മളെ പഞ്ചവാദ സംഘത്തിന്റെ കീഴിലും പഠിച്ചു വരുന്നുണ്ട്. അതുപോലെ മട്ടന്നൂർ പഞ്ചവാദ സംഘത്തിന്റെ കീഴിലും തെക്കേ മലബാറിലും അങ്ങനെ പരിശീലിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനായിട്ടൊരു സ്ഥാപനം ഇല്ല. പിന്നെ കലാമണ്ഡലം ഇപ്പം കാസർഗോഡ് ജില്ലയിൽ എവിടെയൊക്കെയാണുള്ളത്? കാസർഗോഡില് അധികം ഈ അഭ്യാസം നടത്തുന്ന കാര്യം നീലേശ്വരം തന്നെയാണ്. നീലേശ്വരം തലയിൽ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ്. തലയിൽ ക്ഷേത്രത്തിൽ നിലാപാഭ്യാസം നടത്തിയിട്ടുണ്ട് നമ്മൾ. അത് നീലേശ്വരം കിണാവൂർ കോവിലത്താണ്. അത് വടക്കേ മലബാറിൽ നിലാപാഭ്യാസം ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ ഒന്ന് അത് വിപുലീകരിച്ച് എന്താണത്? നിലാപാഭ്യാസം എന്ന് പറഞ്ഞാൽ 1 മാസം നിന്ന് എടുക്കും. ഒരു കർത്തവാവിന് തുടങ്ങിയാൽ അത് ഇങ്ങനെ മണിക്കൂർ നിലാവ് നിലാവ് തുടങ്ങി അസ്തമിക്കുന്നവരെ ഓരോ ദിവസം ഇങ്ങനെ നിലാവിന്റെ കണക്ക് അനുസരിച്ചിട്ട് നിലാവ് സാധകമാണ്. അത് സാധകം 2 വർഷം നമ്മൾ ഇവിടെ നീലേശ്വരം കിണാവൂർ കോവിലത്ത് നമ്മളെ എൻ്റെ കേരളത്തിലെ നേതൃത്വത്തിൽ തന്നെ നടന്നു. അത് വിജയകരമായി നമ്മളെ എല്ലാ പത്രങ്ങളിലും എല്ലാം നല്ല റിപ്പോർട്ടുണ്ടായിരുന്നു. നീലേശ്വരം സന്തോഷ്, നീലേശ്വരം ഉണ്ണികൃഷ്ണൻ, സതീശൻ, അവർ 10 കുട്ടികളുണ്ടായിരുന്നു. അതെല്ലാം നമ്മളെ ശിഷ്യന്മാർ തന്നെ അവരുടെ. അത് പൊതുവേദികളിൽ ഇപ്പം അങ്ങനെ നിലാവ് സാധകം മുമ്പേ അവതരിപ്പിച്ച്
അങ്ങോട്ട് ബാലുശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ തെക്കോട്ട് അങ്ങോട്ട് ചില സ്ഥലത്തെല്ലാം നിലാവ് സഭ്യ ഉണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ല ആദ്യമായിട്ട് നീലേശ്വരത്ത് നിലാവ് അതൊരു തായമ്പക പോലെ അത് സാധകം ചെയ്യില്ല. നമ്മളിപ്പോൾ തായമ്പ കൊട്ടണമെങ്കിൽ ആദ്യം പുളിമുട്ടിയിലാണ് സാധകം ചെയ്യല്. പുളിമുട്ടി വെച്ച് പുളിമുട്ടിയുണ്ട്, പുളിയിലെ കൊമ്പ് ഒത്തിരി ചെറിയ കഷ്ണമൊക്കെ അത് മുട്ടിയെടുത്തിട്ട് നമ്മൾ കരിങ്കല്ലിൽ കൊട്ടാൻ പഠിക്കലാണ് സാധകം. ആ സാധകം ചെയ്യലാണ്. അപ്പോൾ ഈ നിലാവ് സാധകം എന്ന് പറഞ്ഞാൽ അത്രക്കും അത് വലന്തല പറ്റിയാണ് സാധകം ചെയ്യേണ്ടത്. സാധകം മാത്രമാണ് അത്. നമ്മൾ സാധകം എന്ന് പറഞ്ഞാൽ പാടകക്കൈ എന്ന് പറയും. പാടകക്കൈ, അത് 5 പാടകക്കൈയുണ്ട് സാധകത്ത്. ആ സാധകം ഒരു ദിവസം ഒരു സാധകം ചെയ്യുക, പിറ്റേ ദിവസം വേറൊരു സാധകം, അങ്ങനെ മാറി മാറി സാധകം ചെയ്യും. കൈക്ക് സാധകം വരാൻ വേണ്ടിയിട്ട്, കൈ ഉരുളാൻ വേണ്ടിയിട്ട് സാധകം. അല്ല, ഒരു സംശയം ഇത് നിലാവ് കൊട്ടുന്ന ശരിക്കും ഈ വാദ്യോപകരണം അഭ്യസിക്കുന്നതല്ല. പക്ഷെ അത് ഏത് തരത്തിലാണ്? തായമ്പക പോലെയല്ല, അല്ല മദ്ദളം, ഏത് തരത്തിലാണ് ഇത്? മദ്ദളം പഠിക്കുമ്പോൾ മദ്ദളത്തിൽ തന്നെ അതിൽ ശ്രവണപ്പലയുണ്ട് വേറെ, ആ പലയിൽ കൊട്ടി പഠിക്കണം. തായമ്പക അഭ്യസിക്കുന്ന ആദ്യത്തിലാണ് ഇത്. തായമ്പ ആദ്യം പുളിമുട്ടിയിൽ, ഞാൻ പറഞ്ഞില്ലേ പുളിമുട്ടി ഇതിന്റെയൊക്കെ ആദ്യഘട്ടം പ്രാരംഭഘട്ടം തന്നെ പുളിമുട്ടിയാണ്. പുളിമുട്ടി പുളിമുട്ടി കഴിഞ്ഞ ദിക്കിൽ കുറച്ച് നല്ല എല്ലാ എണ്ണങ്ങളും കൊട്ടാൻ തുടങ്ങി കഴിഞ്ഞാൽ വലന്തല പുറത്ത് കൊട്ടാൻ തുടങ്ങും. ചെണ്ടേര വലന്തലയുണ്ട്, ആ വലന്തല എരുമിത്ത പ്രാക്ടീസാണ്. അല്ലാതെ ആ ഭാഗം അതെന്തുകൊണ്ട് അങ്ങനെ എടുക്കുന്നത്? ആ ഭാഗം തന്നെ കേന്ദ്രീകരിച്ച് കൊട്ടുന്ന വലന്തല പുറത്ത് നിന്നത് ആ വലന്തല പുറത്താണ് ആദ്യം. ചെണ്ടയിൽ കൊട്ടൂല. ചെണ്ട അരങ്ങേറ്റായിരുന്നു തായ്പ പഠിച്ചിട്ട് അരങ്ങേറ്റായിരുന്നേ ചെണ്ടയിൽ കൊട്ടൂല. അത് വിധിപ്രകാരം ചെയ്യേണ്ട ആചാര്യന്മാർ പണ്ട് മുതലേ ചെയ്യേണ്ട രീതികൾ അവലംബിച്ചിട്ടുണ്ട്. അത് വലന്തല പുറത്ത് സാധനം ചെയ്യണം കൊട്ടണം എന്ന് പറയും. സാധാരണ ഒരു തായമ്പക അറിവ് എത്ര വർഷം വേണം ഏറ്റവും കുറഞ്ഞത്? തായമ്പ ശരിക്കൊരു പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ഒരു 3 വർഷം ചുരുങ്ങിയത് വേണം. എന്നാലും അതിൻ്റെ ശരിക്കിലെ കൈ മറിച്ചലും അതിൻ്റെ സ്ഥാനങ്ങളെല്ലാം ചെണ്ടയ സ്ഥാനങ്ങളെല്ലാം ചുരുങ്ങിയത് 3 വർഷം. അപ്പോൾ കലാമണ്ഡലത്തിലെല്ലാം 5 വർഷമെല്ലാം ശരിക്കൊരു കോഴ്സ് 5 വർഷം കഴിയുന്നു. ഇവിടെ ഇപ്പം നീലേശ്വരം തളിയിൽ നീലകണ്ഠേശ്വര ക്ഷേത്രം കേന്ദ്രീകരിച്ച ഒരു തായമ്പക സംഘം, പഞ്ചവാദ്യ സംഘമൊക്കെ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന അവസരങ്ങൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഉത്സവകാലങ്ങളിൽ സ്വാഭാവികമായിട്ടുണ്ട്. അത് കൂടാതെ മറ്റ് വ്യത്യസ്തമായ സ്റ്റേജുകൾ അല്ലെങ്കിൽ മറ്റ് വ്യത്യസ്തമായ അവസരങ്ങൾ ലഭിക്കുന്നുണ്ടോ? തളിയിലമ്പലത്തിൽ ഉത്സവത്തിൻ്റെ തന്നെ കാര്യമായിട്ട്. പിന്നെ വേറെ വിശേഷാൽ എന്തെങ്കിലും ഇപ്പോൾ മന്നംപുറത്തുകാവ് ചില ദിവസങ്ങളിൽ മന്നംപുറത്തുകാവിലുണ്ടാവും. ചില ആരെങ്കിലും ഈ നിർമ്മാലയ്ക്കും പഞ്ചവാദ്യം വേണം, അപ്പോൾ ഡബിൾ തായമ്പ വേണം. അപ്പോൾ അത് അവരെ വക പേര് നടത്തും. ഡബിൾ തായമ്പകല് ചെണ്ടയുടെ എണ്ണം വർദ്ധിക്കലോ അല്ല കൊട്ടിന്റെ വ്യത്യസ്തത എങ്ങനെയാണ്? അത് ചെണ്ട രണ്ടാളും ഒരു എണ്ണങ്ങൾ തന്നെ രണ്ടാളും കൂടെ ഏറ്റിച്ചുരുക്കലെന്ന് പറയും. ഒരെണ്ണം തായമ്പക്ക് എണ്ണമാണ്. അത് എണ്ണം കൂട്ടുന്ന രണ്ടാളും കൂടെ, അല്ലെങ്കിൽ ഒരാൾ തന്നെ എണ്ണ ഏറ്റിച്ചുരുക്കി ഒറ്റാൾ കൂട്ടുന്നുണ്ടെങ്കിൽ ഇത് രണ്ടാൾ കൂട്ടുന്നുണ്ട്. ആ എണ്ണം രണ്ടാളും കൂടെ ഏറ്റിച്ചുരുക്കി അവസാനം രണ്ടാളും കൂടെ ഒന്നിച്ച് കലാശിക്കും. അങ്ങനെയാണ്. അത് ത്രിപിൾ തായ്മ കൊട്ടുമ്പോഴും അങ്ങനെ. ത്രിപിൾ തായ്മയുണ്ട്, തൃത്തായ്മ എന്ന് പറയുന്നുണ്ട്, പഞ്ചതായ്മയുണ്ട്, 5 ആൾ കൂടിയിട്ട്. പക്ഷെ എണ്ണങ്ങളും കാര്യങ്ങളും പിന്നെ മനോധർമ്മം ഓരോരാളെ കഴിവിനനുസരിച്ചിട്ട് അവർ കൊട്ടും. എണ്ണങ്ങളും കാര്യങ്ങളെല്ലാം ആ വഴികളും എല്ലാം ഒരേപോലെയായിരിക്കും. മനോധർമ്മങ്ങൾ നമ്മുടെ മനസ്സിൽ തോന്നുന്ന മനോധർമ്മം ചെണ്ടയിൽ വരുന്നുണ്ട്. ഇപ്പോൾ മട്ടന്നൂർ ശങ്കരമാരാറിലും അയാളുടെ മനോധർമ്മം പലതും വരും. അതിപ്പോൾ ചിലവർക്കൊന്നും വന്നില്ല വരും. ഓരോരാൾക്ക് ഓരോരോ മനോധർമ്മം ഉണ്ടാവും. ഇപ്പം മലർ അദ്ദേഹത്തിന്റെ കൂടെ ഇവിടെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ, അത് വിദേശത്തൊക്കെ പോയിട്ടുണ്ട്. മട്ടൻ അദ്ദേഹത്തെ കുറിച്ച് ആ ഒരു കൊട്ടി രീതി എന്ത് അനുഭവമാണ് ഉണ്ടാക്കുന്നത്? പ്രത്യേക ഒരു അനുഭവമാണ്. അയാൾ നമ്മൾ ഈ 10 വർഷം മട്ടന്നൂർ സെറ്റിൽ ഉണ്ടാകുമ്പോൾ അയാളെ കൂടി തന്നെ പഞ്ചവാദ്യത്തിന് എല്ലാ ദിക്കിലും പഞ്ചവാദ്യത്തിന് അയാളൊന്ന് മട്ടന്നൂർ തന്നെ താമസം ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് വെള്ളിനേഴി പോയി താമസം ഉണ്ടായിരുന്നു. എന്നാൽ അയാൾ പഞ്ചവാദ്യ സംഘത്തിലെ മെയിൻ ആളാണ്. അയാൾ ഒന്നിച്ച് തന്നെ എന്തും ചെയ്യിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ അയാൾക്ക് പ്രത്യേക ഒരു കഴിവാണ്. മട്ടന്നൂർ ശങ്കരമാരാർക്ക് ഗുരുസ്ഥാനം തന്നെ. ഗുരു സദന രാമചന്ദ്രൻ മണ്ഡലത്തിലാണ്. അയാൾ അന്ന് പഞ്ചവാദ്യത്തിന് തിമലയും തായ്മയിലാണ്. മട്ടന്നൂർ പഠന കേന്ദ്രം എങ്ങനെയായിരുന്നു? പഠനകേന്ദ്രം അമ്പലത്തിലെ കൊട്ടാരെന്ന് പറയും. മട്ടന്നൂർ തങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരാളായി. അയാളന്ന് ഒരു വലിയൊരു കൊട്ടാരം പോലത്തെ. ആ കൊട്ടാരത്തിൻ്റെ പേരെയാണ് നമ്മളെ സംഘത്തിൻ്റെ അഭ്യാസം കാര്യങ്ങളും എല്ലാ വിശ്രമവും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ. അത് വലിയൊരു നല്ല സ്ഥലമാണ് മട്ടന്നൂർ അന്നത്തെ കാലത്ത്.
മട്ടന്നൂർ ശങ്കരൻകുട്ടി ഇപ്പോൾ ആ വാദ്യസംഘത്തിലെ എണ്ണം കൊണ്ടും എല്ലാം വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു സംഘമല്ലോ വാദ്യസംഘം മട്ടന്നൂർ ശങ്കരൻകുട്ടി. താങ്കൾക്ക് ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിദേശത്ത് പോയ സമയത്ത് ഇദ്ദേഹത്തിന്റെ കൂടെ ഇസ്രായേൽ താങ്കൾ പറഞ്ഞു ഇസ്രായേൽ പോയിട്ടുണ്ടെന്ന്, ആ ഒരു അനുഭവം എന്തായിരുന്നു? വിദേശത്ത് പോയിട്ട് നല്ലൊരു അനുഭവമായിരുന്നു. അത് വളരെ ചിട്ടയോടുകൂടി ചെയ്യുന്നത് നമ്മളെ അവിടെ അപൂർവമല്ലേ ഈ പറയുന്ന പഞ്ചവാദ്യം? മലയാളത്തിൽ ഈ സാംസ്കാരിക വകുപ്പിന്റെ ഒരു സ്ത്രീയാണ് നമ്മളെ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോയി ശങ്കരാട്ടിന്റെ ഏറോപ്പിൽ. വടക്കേ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ത്രീയുടെ ഏറോപ്പിലൊരു ഗീതാ നായർ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവർ ഈ വിദേശത്തങ്ങളൊക്കെ സാംസ്കാരിക വകുപ്പായിട്ട് ബന്ധപ്പെട്ടൊരു അവരെ യൂറോപ്പിൽ പോയതാണ്. അവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു സ്റ്റേജ് എല്ലാ സ്റ്റേജ് പ്രോഗ്രാമൊന്നുമില്ല. ആ സ്റ്റേജിൽ പ്രോഗ്രാം നടത്തുമ്പോൾ അവരുടേതായിട്ടുള്ള ആ രാജ്യത്തിൻ്റെ സാംസ്കാരികമായിട്ട് ഇതുപോലെ നമ്മളവിടെ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റേജിലേക്ക് എല്ലാവരും വന്ന് കെട്ടി നമ്മളെ നാട്ടിലെല്ലാം കൊട്ടുമ്പോലെ ചെയ്യാൻ പാടില്ല. പിന്നെ ആ രീതി അവിടുത്തെ ആ രാജ്യത്തിൻ്റെ രീതിയുണ്ട്. അല്ല അവർ നമ്മൾക്ക് അവിടുത്തെ മുൻകൂട്ടി പറഞ്ഞു തരും. നമ്മൾ പോയപാട് കൊട്ടാൻ അവർ തൊഴുത് വഴങ്ങണം ആ സ്റ്റേജിൽ. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ പഞ്ചവാദ്യം മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ കുറേ വിദേശ രാജ്യങ്ങളിൽ ഓരോരോ പരിപാടി ഉണ്ടായിരുന്നു. നാടകം, വിദേശത്തുള്ള നാടകം, അതെല്ലാം ഭയങ്കര കാണാൻ വളരെ ഇതായിരുന്നു. പിന്നെ അവിടുത്തെ ഇന്ത്യൻ കമ്മീഷണർ ഉണ്ടായിരുന്നു, ഹൈ കമ്മീഷണർ. അയാൾ നമ്മുടെ ലൈഫ് സഹകരിച്ചിട്ട് എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്നു. പേര് അതിന്റെ സ്വീകാര്യത എങ്ങനെയാണ്? നിങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പറയും ഇസ്രയേലിലേക്ക് പോയി ഒരു മലയാളി സംഘം അവിടെ എത്തിയ സമയത്ത്, പ്രത്യേകിച്ച് മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിയായിരുന്നു. ആ ഒരു സ്വീകാര്യത എങ്ങനെ, ഏത് തരത്തിലുള്ള അനുഭവമാണ് ഉണ്ടാക്കുന്നത്? അതിപ്പോ ഓർക്കുമ്പോൾ നമ്മൾ ബോംബെയിൽ നിന്നാണ് ഇസ്രയേലിലേക്ക് വിമാനം കയറുന്നു. 8 മണിക്കൂർ യാത്രയുണ്ട് ബോംബെയിൽ നിന്ന് ഇസ്രയേൽ. അവിടെ എത്തുമ്പോഴേക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യ സംഘാടകർ ഉണ്ടാവില്ല, ആ ബന്ധപ്പെട്ട അപ്പോൾ നമ്മൾക്കൊന്നും ഇംഗ്ലീഷിൽ അങ്ങനെ സംസാരിക്കാനും അത്ര ഇല്ല. മട്ടന്നൂർ സംഘരാട്ടൻ എല്ലാ ഭാഷ കൈകാര്യം ചെയ്യും. അപ്പോൾ അയാളായിട്ട് ബന്ധപ്പെട്ട് അതിൽ എല്ലാം കൊണ്ടൊന്നും അങ്ങനെ കണ്ടമാനം ഇങ്ങനെ നടക്കാനൊന്നും പാടില്ലല്ലോ. ഇസ്രയേലിൽ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ള രാജ്യമാണ്, അത്ര വൃത്തിയിലൊരു രാജ്യമാണ്. അവരാ വണ്ടിയിൽ നമ്മൾ റൂമിൻ്റെ അടുക്കിലേക്ക് എത്തിക്കും,